ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്കുള്ളിൽ വരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും വ്യക്തവും ലക്ഷ്യവേദിയുമായതാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഉയർത്തിയത്. സർക്കാർ നയങ്ങൾ തോൽവിക്ക് കാരണമായോ എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. സർക്കാർ വിമർശനം പിണറായി വിജയൻ വിമർശനമായി കാണുന്ന CPM-ന് പിണറായി വിജയനെ തിരുത്താൻ കഴിയുമോ, സർക്കാരിന് തിരുത്താൻ കഴിയും? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് K. ശബരിനാഥൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇടതുപക്ഷ നിരീക്ഷകൻ ഡോക്ടർ ആസാദ് എന്നിവർ. ആദ്യം ഡോക്ടർ ആസാദിലേക്ക്. ഡോക്ടർ ആസാദ്, ഈ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സർക്കാർ നയങ്ങളെയും അതിലെ പാർട്ടിയുടെ അനഭിലഷണീയമായ പ്രവണതകളെയും പരസ്യമായി അദ്ദേഹം ഒരു വിമർശനം ഉയർത്തുന്നു. ഇപ്പോൾ സംസ്ഥാന നേതൃയോഗം തുടരുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ. ഇവിടെ ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് ഡോക്ടർ തോമസ് ഐസക് പറയുന്നതും സർക്കാർ നയങ്ങളെക്കുറിച്ചാണ്. അതായത് പ്രയോറിറ്റീസിനെ കുറിച്ച് MV ഗോവിന്ദൻ നായർ പറയുന്നു. പാവപ്പെട്ടവരോടുള്ള സമീപനത്തെക്കുറിച്ച് ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിന് കാരണക്കാരനായ ഒരാളുണ്ടല്ലോ, മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണല്ലോ ഈ നയങ്ങളുടെയൊക്കെ ഒരു ഉപജ്ഞാതാവും സർക്കാരിൻ്റെ തലവനും. പിണറായി വിജയനെ തിരുത്താൻ CPM സംസ്ഥാന നേതൃത്വത്തിന് കഴിയും? ഇവിടെ എനിക്ക് തോന്നുന്ന അതിലൊരു ചെറിയൊരു തിരുത്തി പറഞ്ഞതിൽ തന്നെ ആവശ്യമുണ്ട്. ഇതാണ് കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം തെറ്റുതിരുത്തലാണ് ആവശ്യം. അത് മുഖ്യമന്ത്രിക്കെതിരാണോ, മുഖ്യമന്ത്രി കാരണമാണോ എന്നൊക്കെ അവർ ചർച്ച ചെയ്ത് അറിയേണ്ട കാര്യമാണ്. ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. ജനങ്ങളുടെ ആ അഭിപ്രായം സ്വീകരിക്കണം, അറിയണം എന്ന് തോമസ് ഐസക് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി CPM-ന്റെ ഒരു സെൻട്രൽ കമ്മിറ്റി അംഗം സംസാരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവില്ല, പിന്നെ ജനങ്ങളുണ്ടാവില്ല, പാർട്ടി മാത്രമേ ഉണ്ടാവൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിജയൻ മാഷ് പറഞ്ഞതാണ്, നമുക്കറിയാവുന്നത്. ഇപ്പോ അതേ കാര്യമാണ് തോമസ് ഐസക് പറയുന്നത്. പാർട്ടി പാർട്ടിക്കാരുടേതല്ല, പാർട്ടി ജനങ്ങളുടേതാണ് എന്നുള്ളത് വളരെ ശക്തമായ കാര്യം. നമ്മൾ ആദ്യം തൊട്ടേ അല്ലെങ്കിൽ വിജയൻ മാഷ കാലം തൊട്ടേ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ, പ്രത്യയശാസ്ത്രത്തിന്റെ ഒരണ ഉണ്ട്, അതിനകത്താണ്, ഒരു മതിലിനകത്താണ് ഈ പാർട്ടി വളരുന്നത്. അതിൽ വിപരീത ചിന്തകൾ അത് പിളർക്കുമ്പോൾ, അതില് ചില പോറലുകളൊക്കെ വരുത്തുമ്പോൾ, അത് പൊട്ടലുകൾ ഉണ്ടാക്കുമ്പോൾ ചോർന്നു പോകാൻ തുടങ്ങും, ചോർച്ച തുടങ്ങും, അണക്കെട്ടിന് പൊട്ടലുണ്ടാവുന്നു. ഇപ്പോൾ അതിൽ നിന്നുള്ള ഒഴുക്ക് വളരെ വേഗമായി കഴിഞ്ഞിട്ടുണ്ട്, മറ്റു പലതുമായി മാറുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം പ്രത്യയശാസ്ത്രത്തിന്റെ ഒരണ ഇല്ല, ഒരു തടസ്സമില്ല. ഇത് ഞാൻ ഓർക്കുന്നത് 1995 ജൂൺ 7 ഇതുപോലൊരു സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ആ യോഗത്തിൽ അന്നത്തെ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ ദീർഘമായി സംസാരിക്കുന്നു. പാർട്ടിയിലെ വലിയ ചില തെറ്റുതിരുത്തലുകൾ നടക്കുന്ന മീറ്റിംഗ് ആയിരുന്നു അത്, ജൂൺ 7 95. അതിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു വ്യക്തിയെ പ്രതിരോധിക്കാനല്ല ഒരു പ്രസ്ഥാനം, വ്യക്തികളുടെ പിറകെ അല്ല പോവേണ്ടത്. ആളുകൾ പോവേണ്ടത് പാർട്ടി നിലപാടിനോട്. പാർട്ടി എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുക, അദ്ദേഹം ചോദിക്കുന്നു. ഒരു തീരുമാനം എങ്ങനെയാണ് എടുക്കുക? ഒരു തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ അത് രാജ്യത്താകമാനം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ഏത് രീതിയിൽ ബാധിക്കും, ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളൊരു നേതാവിനെ പ്രതിരോധിക്കുക, നേതാവിനെ കാക്കുക, സംരക്ഷിക്കുക എന്നുള്ളതല്ല പാർട്ടി നിലപാട് എന്ന് 29 കൊല്ലം മുമ്പാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത് വളരെ വികാരഭരിതനായിട്ട് കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് പറഞ്ഞത്. ആ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. ഇപ്പോ എങ്ങനെയാണ് നേരത്തെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം CPM ശരിയായി വിലയിരുത്തിയതുപോലെ ഒരു പാർട്ടിയുടെ അധികാര കേന്ദ്രം മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണെങ്കിലും അതിന്റെ അധികാര കേന്ദ്രം സെൻട്രൽ കമ്മിറ്റിയിലേക്കും അവസാനം പോളിറ്റ് ബ്യൂറോയിലേക്കും അവസാനം സെക്രട്ടേറിയറ്റിലേക്കും, വെറും സെക്രട്ടറിയിലേക്കും അവിടെ ഭരണാധിപനിലേക്കും സോവിയറ്റ് യൂണിയനിൽ എത്തിയത്, കേന്ദ്രീകരിച്ചത്. അതേപോലെ കേന്ദ്രീകരണ പ്രവണത കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അന്ന്. അത് തിരുത്താൻ വേണ്ടിയാണ് സത്യത്തിൽ കൺട്രോൾ കമ്മീഷൻ ഏർപ്പാടാക്കിയത്. അത് തിരുത്താൻ വേണ്ടിയാണ് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ തുടങ്ങാൻ തീരുമാനിച്ചത്. 14-ാം പാർട്ടി കോൺഗ്രസ് മദ്രാസിലും 15-ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിലും ചേർന്നപ്പോൾ CPM തീരുമാനിച്ചത് ആ തെറ്റ് തിരുത്തണം എന്നാണ്. സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ച പോലെ അങ്ങനെ ഒരു കേന്ദ്രീകരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് 14-ാം പാർട്ടി കോൺഗ്രസ് കൺട്രോൾ കമ്മീഷനെ ചരിത്രത്തിൽ ആദ്യമായി നിയോഗിക്കുന്നു. റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ തുടങ്ങണമെന്ന് പറയുന്നു. പക്ഷെ ആരംഭിച്ചില്ല. അത് ചണ്ഡീഗഡ് കോൺഗ്രസിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് 96 ആദ്യമായി റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ, തെറ്റുതിരുത്തൽ രേഖ ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ CPM അത് അന്നേ വളരെ മുമ്പേ ജാഗ്രതയോടെ സംരക്ഷിച്ചു പോകുന്ന ഒരു കാര്യത്തെ ആ കാലത്തെ തലമുറകളെ മുഴുവൻ തള്ളി പുതിയ തലമുറകൾ
അവര് കടന്നു വന്നു. ആ കടന്നു വന്ന രീതിയെ പറ്റിയും ഹർകിഷൻ സിംഗ് സുർജിത്ത് അന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ പാർട്ടിയിലേക്ക് ചില ആളുകളെ ഒഴിച്ചു നിർത്തുമ്പോൾ, ചില ആളുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തവരായിരിക്കാം. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അവർ ഈ പാർട്ടിയിൽ എങ്ങനെയാണ് ബഹുമാന്യരായി തീർന്നത്, അവരോടുള്ള ആദരവുകൾ നിലനിർത്തേണ്ടതുണ്ട്. അവരെങ്ങനെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക്, ജനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വളർന്നു വന്നത് എന്ന് പഠിക്കണം. തെറ്റ് തിരുത്തി അവരെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് എന്നാണ് അന്ന് പറഞ്ഞത്. മറിച്ച് ഇപ്പൊ പാർട്ടി നമുക്കറിയാലോ, ഇന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും പാർട്ടിയുടെ ക്യാബിനറ്റിലേക്കും നോക്കിയ, ഗവൺമെന്റിലേക്കും നോക്കിയാൽ നമുക്കറിയാം എത്രയോ ഇടത്തട്ട് രണ്ടാം നിരയിലുള്ള നേതാക്കന്മാരെ തടയുകയും അപ്രസക്തരാക്കുകയും ചെയ്തുകൊണ്ട് ഒരു കേന്ദ്രീകരണത്തെ അനുസരിക്കുന്ന, സ്തുതിക്കുന്ന ഒരു പുതിയ ഒരു തലമുറയെ അങ്ങേറ്റു നിർത്തുകയാണ്. അതിന് ഇടത്തട്ട് നേതാക്കന്മാരെ അവഗണിക്കുമ്പോൾ സമരങ്ങളിൽ ഉണ്ടായിരുന്നവർ, പല സമരങ്ങളിൽ നയിച്ചവർ, ആ സമരങ്ങളെ നയിച്ചവർ മുഴുവൻ ഒഴിച്ചു മാറ്റപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ മറ്റൊരു തരത്തിലുള്ള വികാരം ഉണ്ടാവുന്നുണ്ട്. അവർ വല്ലാതെ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകലുമ്പോൾ മാത്രമല്ല, ചില വിഭാഗീയതകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, നേതാക്കന്മാരുടെ കീഴിലേക്ക് പാർട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അടിസ്ഥാനമായിട്ടുള്ള ജനകീയ സമരങ്ങളെ അവഗണിക്കുമ്പോൾ ഈ പാർട്ടിയിലുണ്ടാവാവുന്ന കാര്യങ്ങൾ ഇന്ന് അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ പ്രശ്നം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM പോലെയുള്ള ഒരു പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു. ഈ ഒറ്റപ്പെടുന്നു എന്നുള്ളത് തോമസ് ഐസക്കിനും ഇപ്പോ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഇത് ചെറിയ തോൽക്കലൊന്നുമല്ല, വലിയ തോൽവി തന്നെയാണ്. അത് ജയിച്ചു എന്ന് പറഞ്ഞാൽ തോൽവി ഇല്ലാതാവില്ല, അത് വാസ്തവല്ലേ. ആ തരത്തിൽ അവർക്ക് തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്നു. അത് ഇനി പക്ഷേ ഇതൊരു അവസാന സന്ദർഭമാണ്. ഈ സമയത്ത് തിരിച്ചറിയുമ്പോഴേക്കും പാർട്ടി അതിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ നിന്ന് വല്ലാതെ വ്യതിചലിച്ചു പോയിരിക്കുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ച പാർട്ടി നേതൃത്വം പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്ന ഈ ഐഡിയോളജിക്കൽ നിലപാടും പ്രയോഗവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ളതിന് മാറി മുതലാളിത്തത്തിന്റെ സേവകരായി, അതിന്റെ നടത്തിപ്പുകാരായി, മുതലാളിത്ത വികസനത്തിന്റെ നടത്തിപ്പുകാരായി മാറി. ആ നടത്തിപ്പിനിടയിൽ ധൂർത്ത് നടത്താം, ആ വ്യക്തിപരമായ സ്വജന പക്ഷപാതമാവാം, സ്വന്തക്കാരെ എവിടെയും തിരികെ കയറ്റാം. എല്ലാ തരത്തിലും മുതലാളിത്തത്തിന്റെ ജീർണതകൾ, വലതുപക്ഷ ജീർണതകൾ മുഴുവനായിട്ട് കടന്നു വരുന്നു. ആ വലതുപക്ഷ ജീർണതകൾ ഒരു പരിധിക്കപ്പുറം മൃദു ഹിന്ദുത്വത്തെ ഉണ്ടാക്കി, പ്രച്ഛന്ന ഹിന്ദുത്വത്തെ ഉണ്ടാക്കി. ഈ മൃദു പ്രച്ഛന്ന ഹിന്ദുത്വങ്ങൾ വളരാനുള്ള ഇടം പാർട്ടിക്കകത്തുണ്ടാക്കി. ഇതും വാസ്തവത്തിൽ ഈ വളർച്ച ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് 78 സുന്ദരയ്യ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പാർട്ടിക്ക്. 95 സുർജിത്തു ഇതേ കാര്യം പറയുന്നുണ്ട്. 85 പാർട്ടി കേന്ദ്ര കമ്മിറ്റി കേരള കമ്മിറ്റിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് വലതുപക്ഷം അല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾ, ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ എങ്ങനെയാണ് വളരുന്നത്, വർഗീയത എങ്ങനെയാണ് വളരുന്നത്, ആ വളരാൻ ഇടം വെക്കുന്ന രീതിയിലുള്ള നിലപാട് എടുത്തുകൂടാ എന്ന് പലവട്ടം താക്കീത് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ പാർട്ടി അത് പ്രച്ഛന്നമായ ഹിന്ദുത്വത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. മൃദു ഹിന്ദുത്വത്തെ അത് മറ്റ് പല രീതിയിലും, ഒരുപക്ഷെ ആരാധനയിലെ വിശ്വാസത്തിലേക്ക്, മറ്റ് മതപരമായ ജീർണതയിലേക്കൊക്കെ പോകുന്നത് ഇതിന്റെ പാർട്ടിയുടെ ഐഡിയോളജി ഇല്ലാതാക്കിക്കൊണ്ടാണ്. അത് തകരുന്നതോടുകൂടി ഇത് എളുപ്പമായി തീർന്നു. ഇപ്പോ എല്ലാ പാർട്ടികളെ പോലെയും ഒരു പാർട്ടിയാണ് CPM. എല്ലാ പാർട്ടി, അതുകൊണ്ടാണല്ലോ CPM-നെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, നോക്കൂ നിങ്ങൾ കോൺഗ്രസിനെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ BJP-യെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് അവർ തന്നെ ചോദിക്കുന്നത്. കാരണം അതുപോലെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് വിചാരിക്കുന്ന ഒരു പുതിയ തലമുറ ആ പാർട്ടിക്കകത്ത് സ്തുതിപാഠകരായി കടന്നുകൂടി എല്ലാ സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് പോവുകയാണ്. വാസ്തവത്തിൽ ഈ പാർട്ടിക്ക് അതെന്തിനുള്ള പാർട്ടിയാണ്, പാർട്ടിക്ക് ഒരു പരിപാടിയുണ്ട്, ആ പരിപാടിയുടെ ചില കീഴ്വഴക്കങ്ങളുണ്ട്, നടപ്പുകളുണ്ട് എന്ന ധാരണ ആ പാർട്ടിക്ക് നഷ്ടപ്പെടുമ്പോൾ പതുക്കെ സംഭവിക്കാൻ പോകുന്നത് ആ പാർട്ടി ചോർന്ന് ഒലിച്ചൊടുങ്ങാൻ പോവുകയാണ്. അത് അതിന്റെ അവസാനത്തിലാണ്, ഇത് കുത്തി ഒലിച്ചു പോവുകയാണത്. ആലപ്പുഴയിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ആസിഫിന് കുറഞ്ഞു 1.4 ലക്ഷം. BJP-ക്ക് അത്രയും വോട്ടുകൾ കൂടുകയാണ്. ശോഭാ സുരേന്ദ്രന് നമ്മളെന്താ കാണുന്നത്, നമ്മൾ വെറും തൃശ്ശൂരിലെ വോട്ടിന്റെ കണക്ക് പറഞ്ഞാൽ അവർക്ക് നിൽക്കാനാവില്ല. കേരളത്തിൽ ആകമാനം കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ എന്തൊരു വലിയ വളർച്ചയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ളത്. എവിടേക്കാ പോകുന്നത്? അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത് കുറച്ചോ? കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ, ഇപ്പം സാമുദായിക വോട്ടുകളായിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്നും മുന്നോട്ടുള്ള സമസ്തയെ പോലെയുള്ള ആളുകളെ കാന്തപുരത്തിനൊക്കെ ഒപ്പം നിർത്തിയിട്ട് ഹംസയെ സ്ഥാനാർത്ഥിയായി ശ്രമിച്ചു നോക്കി. മലബാറിലെ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയും പൊന്നാനിയിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM നേതൃത്വം വിചാരിച്ചത്. തിരിച്ചടിയല്ലേ ഉണ്ടായത്? സമസ്തയെ കൂട്ടി വല്ലതും ഉണ്ടായോ? അത് ആ നിലപാട് തന്നെ എന്ത് സംഭവിച്ചു? ആ നിലപാട് തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുണയ്ക്കുന്നൊരവസ്ഥയുണ്ടായി. കണ്ണൂർ ജില്ലയിൽ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ജില്ലയിലും നിയോജക മണ്ഡലങ്ങളിലും
CPM-ന്റെ വോട്ട് കുറയുന്നു, BJPക്ക് വോട്ട് വർദ്ധിക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സംഭവങ്ങളെ പറ്റി പഠിക്കേണ്ടതില്ലേ? ഇത് ഇപ്പോഴല്ല, CPM-ന്റെ പഴയ വിശകലനങ്ങളിൽ തന്നെ ഈ സാധ്യതകൾ മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവരതൊന്ന് വായിക്കണം. എന്താണ് മുൻകാലങ്ങളിൽ ഈ പാർട്ടി എടുത്ത നിലപാട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ന്യൂനപക്ഷ വർഗീയതയോട് എടുക്കുന്ന നിലപാട് എന്തായിരുന്നു? ആ വർഗീയതയിൽ നിന്ന് മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് മാറ്റി നിർത്തിക്കൊണ്ട് CPM അന്നൊക്കെ കണ്ടത്? എങ്ങനെയാണ് അവർ അടവ് സമീപനവും അവിടുത്തെ പ്രത്യേക ലൈനുകളും ആവിഷ്കരിച്ചപ്പോൾ വന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്രച്ഛന്ന ഹിന്ദുത്വത്തെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന രീതിയിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റാരുമല്ല പറയുന്നത്, CPM-ന്റെ രേഖകൾ പറയുന്നു. ആ രേഖകൾ ഇപ്പോഴൊന്ന് വായിച്ചു നോക്കി അവർക്ക് മനസ്സിലാവും എന്താണ് അവരുടെ പാളിച്ച എന്ന്. അത് തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ 4 ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ അവർ ചെയ്യേണ്ടത്. ഇപ്പോഴും നേതാവിനെ സ്തുതി പാടിയിരിക്കുകയാണെങ്കിൽ ഇനി അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ ഒരു സർക്കാരിനെ തിരുത്തുക അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ തിരുത്തുക എന്നതിനപ്പുറം ഒരു പാർട്ടി അടിമുടി തിരുത്തൽ നടത്തണമെന്നാണ് ഡോക്ടർ ആസാദ് പറയുന്നത്. പക്ഷേ ഈ പാർട്ടി തിരുത്തൽ തുടങ്ങിയിട്ട് വർഷം എത്രയായി? പാർട്ടിക്കകത്ത് കടന്നു വരുന്ന വലതുപക്ഷ ജീർണതകളെക്കുറിച്ച് പ്ലീനങ്ങൾ നടത്തി ചർച്ച ചെയ്ത് തിരുത്തൽ പ്രക്രിയ ആരംഭിച്ചിട്ട് വർഷം എത്രയായി? പക്ഷേ ഇപ്പോഴും MV ഗോവിന്ദനും തോമസ് ഐസക്കും പറയുന്നത് പാർട്ടിയിൽ അനാശാസ്യമായ പ്രവണതകൾ പ്രവർത്തകരിലും നേതാക്കളിലും ഉണ്ട് എന്നാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി രക്ഷപ്പെടുമോ? ഈ പാർട്ടി വെച്ച് എങ്ങനെയാണ് ഒരു സർക്കാരിനെ തിരുത്താൻ കഴിയുക? കാരണം സർക്കാർ പോളിസികളാണ് പ്രധാനമായും ജനങ്ങൾ വെറുപ്പിച്ചതെന്ന് പാർട്ടി പരോക്ഷമായി വിലയിരുത്തുകയും ചെയ്യുന്നു. ആയിരത്തി 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷെ 1877 ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് കമ്മ്യൂണിസം എന്നൊരു പുസ്തകം യൂറോപ്പിൽ വളരെ കൂടുതൽ പ്രചാരം ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചുപോയി എന്നാണെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആഗോള പ്രസ്ഥാനമായിട്ട് വളർന്നുവെന്നും വീണ്ടും അതിന് തളർച്ച സംഭവിച്ചു. ശരിയാണ്, ഞങ്ങളത് അഡ്മിറ്റ് ചെയ്തു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതൽ പരാജയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ശക്തമായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 20 സീറ്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ട സാഹചര്യവും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ 1-2 തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചാൽ ഞങ്ങൾക്ക് 10-ൽ താഴെയാണ് പലപ്പോഴും സീറ്റുകൾ കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിച്ച് ഇപ്പോഴുണ്ടായ പരാജയത്തെ ന്യായീകരിക്കുകയല്ല, പരാജയം ഏറ്റുവാങ്ങുകയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് ശക്തമായ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിലുപരി ഭാരതീയ ജനതാ പാർട്ടി എന്ന വർഗീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ കുറേയധികം മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലെ വിജയം BJPയുടെ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതിന് സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപരമായ വിജയവും അതിലുപരി ഞങ്ങളുടെ മുന്നണിയിലും അതുപോലെ തന്നെ UDFിലുമുള്ള ചില പ്രശ്നങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് മാറുകയാണ്. പിന്നെ ഇവിടെ അജിംസ് പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തിരുത്തലിന്റെ ആവശ്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ഞങ്ങളൊക്കെ എടുത്ത ഘടകകക്ഷികളിലെ അംഗങ്ങളാണ്. അപ്പോൾ CPM തീർച്ചയായിട്ടും തിരുത്തണം എന്ന് ഞങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ജനങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ നകന്നു പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല. കാലാകാലങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്, ജയാപജയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ പരാജയമുണ്ടായെന്ന് വിചാരിച്ച് ജനങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ നകന്നുപോയി എന്ന് പറയാൻ പറ്റും. 2019 തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ UDF ജയിച്ചു, ഞങ്ങൾ അന്ന് 1 സീറ്റിലാണ് ജയിച്ചു. പക്ഷേ 2020-ലും 2021-ലും വളരെ ശക്തിയോടുകൂടി ഇടതു മുന്നണി തിരിച്ചു വന്നു. 2019 107 സീറ്റ് നിയോജക മണ്ഡലങ്ങൾ UDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ 99 സീറ്റ് പിടിച്ചാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വന്നത് എന്ന് വിചാരിച്ച് ഞാൻ അതിനെ ഒരു അടിസ്ഥാനപരമായി കാണുകയല്ല. തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടായ പരാജയം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നു. അതിന് 2-3 സാഹചര്യങ്ങളാണ്. ഒന്ന്, ദേശീയ തലത്തിൽ BJPക്കെതിരെ ശക്തമായൊരു മുന്നേറ്റത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ UDFനോ കഴിയൂ എന്നൊരു ബോധം. ചില പ്രത്യേക വിഭാഗങ്ങളിൽ BJPയോട് ഇങ്ങനൊരു വികാരം കുറച്ച് ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് കുറച്ച് ജനങ്ങളുടെ മനസ്സിൽ BJPയോടെ കേരളത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിലില്ല, മറ്റു പലയിടത്തും BJP നമുക്കറിയാം അവർക്ക് വളരെ കൂടുതൽ പിന്നോട്ട് പോയി. പക്ഷെ കേരളത്തിൽ BJPയോട് എങ്ങനെ ഒരു അനുഭവം ഉണ്ടായി? അത് കേരളത്തിലുണ്ടായിരുന്ന ചില വർഗീയ പ്രശ്നങ്ങളാണ്. അതിന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചില സമുദായ സംഘടനാ നേതാക്കന്മാർ BJPക്ക് വളക്കൂറ് കൂട്ടിയിട്ടുണ്ട്. ഒരു SNDPയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്തതാണ്. അദ്ദേഹം ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ അങ്ങേയറ്റം എതിർത്തിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് SNDP യോഗം നിൽക്കുമ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയും മകനും BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. അവർ രണ്ടുപേരും SNDPയുടെ ഔദ്യോഗിക സ്ഥാനത്തുകൂടി ഇരിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കണം.
പ്രീതി നടേശനായാലും തുഷാർ വെള്ളാപ്പള്ളിയും SNDPയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഡോക്ടർ ബൽദേവ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് BDJS രൂപീകരിച്ച് NDAയിൽ ഒരു ഘടകകക്ഷിയായി, അത് SNDPയുടെ ആശീർവാദത്തോടെ അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച് NDAയിൽ ഘടകകക്ഷി അതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി ഈ വെള്ളാപ്പള്ളി നടേശനെ നിശ്ചയിക്കുന്നത്. അത് മുൻപ് ഡോക്ടർ ആസാദ് പറഞ്ഞതുപോലെ ഈ എന്താണ് മൃദുഹിന്ദുത്വത്തിന്റെ ഭാഗമാണോ അത്? പാർട്ടിയും സർക്കാരും തുടരുന്ന മൃദുഹിന്ദുത്വമാണോ അത്? അല്ല, അത് UDFനെതിരെ ദേശീയ തലത്തിൽ പറയുന്ന BJP പറയുന്ന ഒരു കാര്യമാണല്ലോ. കോൺഗ്രസിന് ഇന്നും മൃദു ഹിന്ദുത്വ നയമുണ്ട്. ആ മൃദു ഹിന്ദുത്വ നയം കൊണ്ടാണ് കോൺഗ്രസ് നശിച്ചതെന്ന് ദേശീയ തലത്തിൽ BJPയും കോൺഗ്രസിനെ എതിർക്കുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവർ പറയുന്നതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മതേതരത്വത്തിലും മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം പ്രീണനമോ ഒരു ഹിന്ദു പ്രീണനമോ ഒന്നും പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇതുവരെ കാണിച്ചിട്ടില്ല. കാരണം കേരളത്തിലെ കണക്കുകൾ നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും സമുദായത്തെ പ്രീണിപ്പിച്ചോന്നല്ല. നോക്കൂ, ഈ നവോത്ഥാന സമിതി രൂപീകരിച്ചപ്പോൾ അതിന്റെ അധ്യക്ഷനായി NDA ഘടകകക്ഷിയായ ഒരു പാർട്ടിയുടെ തലതൊട്ടപ്പനെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നു. അതിന്റെ ഒരു കൺവീനർ ഹിന്ദുത്വ തീവ്രവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ്, ഹിന്ദു പാർലമെന്റ് ആളാണ്, ശബരിമല പ്രക്ഷോഭകാലത്ത് ഈ വനിതാ തീർത്ഥാടകരെ തടയാൻ വേണ്ടി നിന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് കൺവീനറാക്കുന്നു. അപ്പം നിങ്ങൾ പറയുന്നു ഞങ്ങൾ ആരെയും പ്രീണിപ്പിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പ്രീണിപ്പിക്കുന്ന ഹിന്ദുത്വത്തെയാണ്. അല്ല, വെള്ളാപ്പള്ളി നടേശനെ അതിന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കുമ്പോൾ അദ്ദേഹത്തിന് BJPയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല, ഇപ്പോഴും ബന്ധമില്ല. അദ്ദേഹം പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് BJPയുമായി ബന്ധമില്ല. കാരണം അദ്ദേഹം BDJSൽ അംഗമല്ല. വെള്ളാപ്പള്ളി നടേശൻ BDJSലെ ആരുമല്ല. അതിനകത്ത് പ്രാഥമിക മെമ്പർഷിപ്പ് പോലും ഇല്ല. വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സറിവോ ആശീർവാദമോ കൂടാതെ BDJS എന്നൊരു പാർട്ടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കനാണോ അങ്ങ്? അല്ല, 100% അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സോടെയാണ് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി നാളെ BDJSൽ നിന്ന് പോരുന്ന് ഇവിടെ മറ്റൊരു രാഷ്ട്രീയ സമിതി രൂപീകരിച്ചാൽ തീർച്ചയായിട്ടും ആദ്യം ജയിലിലേക്ക് പോകുന്ന ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശനായിരിക്കും. കാര്യം നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ തന്നെ VS അച്യുതാനന്ദൻ തന്നെ കൊണ്ടുവന്ന നിരവധി കേസുകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽപ്പുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിലനിൽപ്പ് രാഷ്ട്രീയമാണ്. ഹിന്ദു സമുദായത്തിലെ NDA അദ്ദേഹത്തിന്റെ നിയമ നടപടി സ്വീകരിക്കും. ഇപ്പോൾ വാജ്പേയിയുടെ കാലത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വീടുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്, വീട്ടിലും സ്ഥാപനത്തിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ റെയ്ഡൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു മൈക്രോ ഫിനാൻസ് കേസുണ്ട്. അത് LDF സർക്കാർ എടുത്ത കേസാണ്. ആ കേസ് എവിടെയാണ്? അപ്പോൾ ഏത് സർക്കാർ കേസെടുത്താലും രണ്ടുപേരും ഞങ്ങളെ സംരക്ഷിക്കും. NDAയുടെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടി അവിടെയുണ്ട്, ഞാൻ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്, അതുകൊണ്ട് രണ്ട് സർക്കാരും എനിക്കെതിരെ ഒന്നും ചെയ്യില്ല. അങ്ങനെയാവാലോ? വളരെ കറക്റ്റാണ് ജിംസ് പറഞ്ഞത്. ഏത് മുന്നണി വന്നാലും എനിക്ക് അനുകൂലമായിട്ട് നിൽക്കണം. ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരെ പറയാൻ തുടങ്ങിയതിൻ്റെ കാരണം ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിച്ചു. ഒരുപക്ഷെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിക്കുകയും UDF വീണ്ടും തിരികെ വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ കൂടുതൽ ശക്തമാകും. അപ്പോൾ കോൺഗ്രസിന്റെ സ്വാധീനം വേണ്ടി വരും. പിന്നെ കോൺഗ്രസിന് ഇവിടെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ നയത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും മാറി മാറി ഏത് ഗവൺമെന്റ് വന്നാലും ചില മതസംഘടനകളോടെ അനാവശ്യമായ ചില പ്രീണനങ്ങൾ രണ്ടുപേരും ചെയ്യാറുണ്ട്. ഇടതുപക്ഷം മാത്രമല്ല, UDF അത് ഏറ്റവും കൂടുതലാണ്, അല്പം കുറച്ചാണ് LDF എങ്കിലും. ആദ്യമായിട്ട് ചെയ്യേണ്ടത് മതസംഘടനകളോടെ, അത് ഏത് സംഘടനയും ആയിക്കോട്ടെ, മതത്തിന്റെ വഴിക്ക് അങ്ങനെയുള്ള സാമുദായിക പ്രീണനത്തെ കുറിച്ചുള്ള അത് രണ്ട് മുന്നണികളും ചെയ്യുന്നുണ്ട്. ഞാൻ സവിശേഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് LDFനെ കുറിച്ച് ചോദിക്കാൻ കാരണം, ഇപ്പൊ നോക്കൂ, പച്ച വർഗീയത 2 ദിവസമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാനത്തെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. അതായത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ സെക്യുലർ ക്രെഡൻഷ്യലിനെ അംഗീകരിച്ചൊരു സ്ഥാനത്തിരുത്തിരിക്കുക. ഒരക്ഷരം ഒരു വാക്ക് CPMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ കാലത്തൊന്നും അദ്ദേഹത്തെ തിരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ നവോത്ഥാന സമിതിയുടെ കൺവീനർമാരിലൊരാൾ ഒരു ഹിന്ദുത്വ വർഗീയവാദി കൂടി തീവ്രവാദി കൂടിയായിരുന്നു. അപ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നതാണ് ഈ സർക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ ഹിന്ദുത്വ ഫോഴ്സുമായി ഷെയർ ചെയ്യുന്നുണ്ട്, ഈ പാർട്ടി ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് സാധാരണക്കാർ വിശ്വസിച്ചാൽ, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് BJPക്ക് വോട്ട് ചെയ്തൂടെ എന്ന് ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാനുണ്ടോ? അല്ല, അത് ഒരു പരിധിവരെ ശരിയാണ്. കാര്യം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഒരേ സമയം വേട്ടക്കാരനോടൊപ്പവും ഇരയോടൊപ്പം നിൽക്കുന്ന ഇപ്പോഴല്ല, അദ്ദേഹം പണ്ട് മുതലേ ഇതൊരു രീതിയാണ്. നമുക്കറിയാം കോഴിക്കോട് സംഭവം, മാൻഹോളുമായി ബന്ധപ്പെട്ട സംഭവം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴും ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അത് ഇടതുപക്ഷം തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഘടകകക്ഷികളെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മുടെ കൂടെ നിന്നുകൊണ്ട്
കാലാകാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിക്ക് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ മതപരമായ സംഘടനകളായതുകൊണ്ട് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അവരെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അതിനകത്ത് അങ്ങേയറ്റം വളരെയധികം സംയമനം പാലിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇടതുപക്ഷമായാലും UDF ആയാലും വളരെ സാധാരണ രീതിയിൽ ഒരു ഘടകകക്ഷി എടുത്തു കളയുന്നത് പോലെയോ അല്ലെങ്കിൽ ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് പോലെയോ ഒരിക്കലും മതപരമായ സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ സമുദായപരമായ സംഘടനകളായിട്ട്, വിശേഷിച്ചും NSS, SNDP, ക്രിസ്ത്യൻ സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, ഇവരൊക്കെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലായാലും സാംസ്കാരിക ചരിത്രത്തിലായാലും വളരെയധികം അടിസ്ഥാനപരമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. വെള്ളാപ്പള്ളി ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന വളരെയധികം പേര് അത് ചെയ്തിട്ടുണ്ട്. NSSൽ അത് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ അത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിൽ കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരമായാലും മറ്റു സമരങ്ങളായാലും വളരെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിൽ നൂറുകണക്കിന് പേര് മുസ്ലിം സമുദായത്തിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമുദായങ്ങളെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയം എപ്പോഴും രാഷ്ട്രീയമായിട്ട് പോകണം, അതിനെ മതപരമായി കലർത്താൻ പാടില്ലെന്ന അഭിപ്രായക്കാരാണ് പരിപൂർണമായിട്ട് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം. പക്ഷേ ചില കാലങ്ങളിൽ അത് വ്യതിചലിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക് പറഞ്ഞ് അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. കാര്യം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണ ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയം വരുമ്പോൾ എല്ലാവരും പറയും ഞങ്ങളത് തിരുത്തും, ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുന്നു. എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയത്? ആ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നുപോയത്? അത് തീർച്ചയായിട്ടും പഠിക്കണം. ഭാവിയിൽ ഇത് ഉണ്ടാകാതിരിക്കാനും നോക്കണം. തീർച്ചയായിട്ടും പഠിക്കണം. അതിനുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ ഈ സമയങ്ങളിൽ നടക്കുന്നത്. അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ശബരിനാഥ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രി. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു മേൽഘടകത്തിലുള്ള ഒരാൾ അദ്ദേഹം ഭരണാധികാരിയാകുമ്പോൾ പാർട്ടി തിരുത്തലിന് ശ്രമിക്കുകയാണ്. പാർട്ടി മാത്രമല്ല തിരുത്തുന്നത്, സർക്കാരിനെ പാർട്ടിക്ക് തിരുത്തുകയും വേണം. പിണറായിയെ തിരുത്താൻ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയും? അജിം സയ്യിദ്, കാണുമ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ BJP നേരിടുന്നൊരു പ്രതിസന്ധിയും കേരളത്തിൽ CPM നേരിടുന്നതും ഒരേ തരത്തിലുള്ള പ്രതിസന്ധിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മോദിക്ക് ഗ്യാരണ്ടിയിൽ മോദിയുടെ പേരിൽ 400 സീറ്റുകൾ കൂടുതൽ വരുമെന്ന് BJP മോദിയിൽ ഫോക്കസ് ചെയ്ത് വലിയൊരു പ്രചരണം നടത്തി. പക്ഷേ ആത്യന്തികമായി അവർക്ക് 300 പോലും കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാ തെറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ മോദിയാണെന്ന് BJPക്ക് മനസ്സിലായിട്ടും മോദിക്കെതിരെ പറയാൻ BJPയുടെ പല നേതാക്കളും കഴിയാത്ത ഒരവസ്ഥയിലാണ്. മോദിക്കെതിരെ പറയുന്ന ആളുകളെ ഒരുപക്ഷെ ഒതുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും കൂടെ നമ്മൾ കണ്ടു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ട്രാക്കിലാണ് കേരളത്തിലെ CPM പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗം തന്നെ കണ്ടു നോക്കൂ. ഇവിടെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണെങ്കിലും കേന്ദ്രത്തിനോടുള്ള ഒരു സർക്കാർ വിരുദ്ധതയോടൊപ്പം കേരളത്തിലെ സർക്കാർ വിരുദ്ധതയുണ്ട് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇവിടെ പാനലൊന്ന് ശ്രീ ബൽദേവ് അടക്കം, ഘടകകക്ഷിയായിട്ടുള്ള RSP ലെനിനിസ്റ്റ് ശ്രീ ബൽദേവ് അടക്കം, ഇവിടെ ശ്രീ തോമസ് ഐസക് അടക്കം, പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, CPI നേതാക്കൾ അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങൾ ശരിയല്ല, ഡെൻമാർക്കിലെല്ലാം ശരിയല്ല എന്ന് ഹാംലെറ്റിൽ പറയുന്നത് പോലെ ശരിയല്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഓൺ റെക്കോർഡ് പ്രസംഗത്തിൽ പറയുകയാണ്, നിയമസഭാ രേഖയായിട്ട് മാറുന്ന പ്രസംഗത്തിൽ പറയുകയാണ്, ഇവിടെ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമെന്നുള്ളത് കൊണ്ട് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അടുത്തപടി അദ്ദേഹം പറയുന്നത് നമ്മളോട്, കേരളത്തിലെ ഇടതുപക്ഷത്തിനോട് ഒരു നീരസവും ആളുകൾക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി റിയാലിറ്റിയിൽ നിന്ന് വളരെയധികം ദൂരം നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തോട് ഇത് പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് അതിൻ്റെ ക്യാരക്ടർ ടെക്നിക്കലി വ്യക്തി അധിഷ്ഠിതമല്ല, പാർട്ടി അധിഷ്ഠിതമാണ്. പാർട്ടി തീരുമാനമെടുത്ത് പിണറായി വിജയനേക്കാളും വലിയ ആളുകളെ തിരുത്തിയിട്ടുള്ള ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടി കേരളത്തിൽ അധികാരമുള്ള ഏക സംസ്ഥാനമായതുകൊണ്ട് ആ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയും ആ അധികാരത്തിൻ്റെ സുഖലോലുപതയ്ക്കും വേണ്ടിയും പാർട്ടിയിലെ PV അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ സംസാരിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അത് വലിയൊരു ദിശാബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക ജീംസ്, ഇപ്പോൾ ഇത് UDF ആണ് കേരളത്തിൽ ഭരിക്കുകയെന്ന് ആലോചിക്കുക. UDFന്റെ ഒരു ഘടകകക്ഷിയിലെ മന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കെങ്കിൽ ഇവിടെ എന്തായിരിക്കും പുകില്? നമ്മളിപ്പോൾ ചാനലിൽ സംസാരിക്കുമ്പോൾ ഈ മന്ത്രിസഭയിൽ കേരളത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ജനതാദളിൻ്റെ മെയിൻ നേതാവായിട്ടുള്ള ശ്രീ HD കുമാരസ്വാമി കേന്ദ്രമന്ത്രിയാണ്. അവിടെ കേന്ദ്രമന്ത്രി അദ്ദേഹം തീരുമാനങ്ങൾ മോദിക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി വെച്ച നവോത്ഥാന സമിതിയിലെ പ്രധാന കണ്ണിയായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന് ചേരാത്ത രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകുമ്പോൾ അതിൽ നിന്ന് ഖണ്ഡിക്കാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിയുന്നില്ല. അപ്പോൾ ഈ പവറിൻ്റെ ഒരു ട്രാപ്പിൽ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹം നൽകുന്ന പവറിൻ്റെ ശക്തിയിൽ പാർട്ടിയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇടതുപക്ഷ തയ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അടുത്തൊരു 4 ദിവസം ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പാർട്ടി തെറ്റിദ്ധരിക്കുമെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടൊപ്പം, ഞാൻ പറഞ്ഞില്ലേ മോദി കി സർക്കാർ എന്ന് പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷ സർക്കാരല്ല പിണറായി വിജയൻ സർക്കാരാണെന്നുള്ള ഒരു ബ്രാൻഡിങ് നടത്തുന്നത് CPM തന്നെയാണ്. ക്യാപ്റ്റൻ പിണറായി വിജയൻ, മറ്റു മന്ത്രിമാരൊക്കെ അപ്രസക്തരാണ്, മറ്റു നേതാക്കൾ അപ്രസക്തരാണ്. അപ്പോൾ ആ ഒരു BJPയുടെ അതേ ലൈനിലേക്ക് ഇത് CPM പോവുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കി പാർട്ടി അംഗങ്ങൾ അടക്കം, അണികളടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലും അങ്ങ് മധ്യ തിരുവിതാംകൂർ വരെ, സെൻട്രൽ ട്രാവൻകൂർ വരെ കൂടോടെ CPMന് വോട്ട് ചെയ്തിട്ടും BJPക്ക് മാറി വോട്ട് ചെയ്തിട്ടും അത് മനസ്സിലാക്കുന്നില്ല. അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അണികൾ പല ആളുകളും മാറി മാറി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കോൺഗ്രസ് അറിയാമല്ലോ ഒരു ഫ്ലോട്ടിംഗ് വോട്ട് ബേസ് ശക്തമായിട്ടുള്ളൊരു പാർട്ടിയാണ്. പക്ഷെ CPM അങ്ങനെയല്ല. ഏറ്റവും താഴെ തട്ടിലുള്ള അണി വരെ ക്ലാസ് എടുത്ത് ക്ലാസ്സിന് പോകുന്ന ആളാണ്. ഈ ക്ലാസ് എടുത്ത് ഇത്രയും രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടിയ CPMൻ്റെ അണികളാണ് നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മടം അടക്കമുള്ള പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ബൂത്ത് എടുത്തുകൊണ്ട സ്ഥലങ്ങളിൽ ആ പാർട്ടി അണികൾ മാറി BJPക്ക് വോട്ട് ചെയ്യുകയാണ്. ഇത് പാർട്ടി പഠിക്കണ്ടേ? നാളെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് തീരുമാനിക്കാൻ പോകുന്നത് CPMൽ നിന്ന് വോട്ടുകളുടെ ഒരു പ്രളയമാണ്. അത് പഠിക്കാതെ ഈ ഒരു ഡിനയൽ മോഡിൽ എല്ലാം ശരിയാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം എനിക്ക് തോന്നുന്നു. പറയുന്നത് തന്നെ ശരി, നമ്മളൊക്കെ പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നാളെ ഒരുപക്ഷെ നമ്മൾ ഈ ത്രിപുരയിലെ കണ്ടതുപോലെ തന്നെ കൂടോടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ BJPയിലേക്ക് പോകുന്ന ഒരവസ്ഥ പലയിടത്തും കാണുന്നത്. BJPക്ക് ഇരിക്കാൻ ഇടതുപക്ഷം, എനിക്കറിയാം തിരുവനന്തപുരത്തൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് പ്രവർത്തകരില്ലാത്ത ബൂത്തുകളിൽ പോലും ഇത്തവണ BJP ലീഡ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കൂട്ടിൽ ചെറിയ ഏറ്റക്കുറച്ചിലുള്ളൂ, പക്ഷേ ആ ഒരു ഒഴുക്ക് പോയിരിക്കുന്നത് CPMൽ നിന്നാണ്. അത് പഠിക്കണ്ടേ? അപ്പം അത് പഠിക്കാതെ എല്ലാം ശരിയാണെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് അത് നല്ലൊരു കാര്യമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ലൊരു കാര്യമല്ല. ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ പാർട്ടി മാറണം, നയം മാറണം, മുഖ്യമന്ത്രിയുടെ നയങ്ങൾ മാറണം എന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്തുള്ള ഈ പാർട്ടിക്കാർ കാരണം ഇരിക്കുന്ന നേതാക്കൾ അത് പറയാതിരിക്കുകയാണെങ്കിൽ അത് പ്രസ്ഥാനത്തിനോട് ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിന് അപജയമായിട്ട് മാത്രമേ ഞാൻ ഇപ്പോൾ കാണുന്നുള്ളൂ. ശരി, ഡോക്ടർ ആസാദ്, ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത് വോട്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തെ അത്ര സീരിയസ് ആയി കാണാതെ മറ്റിടങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും LDF വോട്ടുകൾ ചോർന്നതാണ് ആളുകളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. അതിൻ്റെ കാരണം ഐഡിയോളജി മാറി തന്നെ വോട്ട് BJPക്ക് ചെയ്യാവുന്ന ആളുകൾ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ പാർട്ടി ക്ലാസ്സുകളെ കുറിച്ച് പറയുന്നു. ഈ പാർട്ടി ക്ലാസ്സിലേക്കാൾ കൂടുതൽ എഡ്യൂക്കേഷൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി അജ്ഞാത കേന്ദ്രങ്ങളും നമുക്കറിയാവുന്ന കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി യഥാർത്ഥത്തിൽ അവിടെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണോ ഈ പാർട്ടി നേതൃത്വം ഈ സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ ഇപ്പോൾ പടവാളെടുക്കുന്നത്? അതെ, ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ എന്ന് പറയുന്നത് സ്വന്തമായ വോട്ടുകൾ, വോട്ട് ബാങ്കിന് പുറത്തുള്ള വോട്ടുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. വാസ്തവത്തിൽ സ്വന്തമായി വോട്ട് ബാങ്ക് എന്നുള്ള സംഗതി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സമീപകാലത്തൊക്കെ അവരുടെ കണക്കുകൾ തെറ്റിപ്പോവാണ്. ജയിക്കും 12 സീറ്റ് ജയിക്കും എന്ന് പറയുമ്പോൾ 1 സീറ്റ് മാത്രം ജയിക്കുന്ന അവസ്ഥ വരുന്നത് അവരുടെ കണക്കുകൾ തെറ്റുന്നു. അത് ഇപ്പോഴല്ല, കുറച്ചു കാലമായിട്ട് ആ കണക്കുകൾ തെറ്റുന്നുണ്ട്. അത് തെറ്റാൻ കാരണം അവര് വിശ്വസിക്കുന്ന, അവരുടെ ഒപ്പം നിൽക്കുന്ന കരുതുന്ന പഴയ കാലത്ത് ഒപ്പം നിന്നവരാവാം, അവരൊക്കെ ചിലരൊക്കെ വിട്ടുപോകുന്നില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം. 1957 മുതൽ ഈ 87 വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷം, CPMന്റെയും CPIയുടെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം ഒന്നിച്ചു. CPI എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 57 മത്സരിച്ച്, പിന്നീട് CPMന്റെ നേതൃത്വത്തിലും LDF എന്ന് പറയുന്ന ഒരു ഭാഗവും മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു വലതുപക്ഷ ചേരിയുമാണ് ഉണ്ടായിരുന്നത് 57 മുതൽ 30 വർഷം. ആ സമയത്ത് ഈ രണ്ട് മുന്നണികൾക്കകത്തെ വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ശതമാനമാണ്. അവർ തമ്മിൽ വളരെ കുറഞ്ഞ ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ 90 തുടങ്ങുമ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെയും പുതിയ ആഗോള ലോകക്രമത്തിന്റെയും ഒക്കെ ഒരു പുതിയ കാലത്തേക്ക് കടന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ അങ്ങനെ നിൽക്കുമ്പോൾ വലതുപക്ഷം രണ്ടായി പിളരുന്നു. എന്ന് പറഞ്ഞാൽ BJPയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു മുന്നണി കൂടി വലതുപക്ഷത്തെ ശക്തിപ്പെട്ടു വരുന്നു, മത്സരിച്ചു തുടങ്ങുന്നു. അങ്ങനെ മത്സരിച്ചു തുടങ്ങുമ്പോൾ 3 മുന്നണികളായി. ഈ ഇടതുപക്ഷം പിളർന്ന വലതുപക്ഷത്തെയാണ് പിന്നീട് നേരിടുന്നത്, രണ്ടായി തീരുന്ന വലതുപക്ഷത്തെയാണ്. ഈ 2 വലതുപക്ഷത്തെ ഇങ്ങനെ പിളരുമ്പോൾ സാധാരണ രീതിയിൽ ഇടതുപക്ഷത്തിന് അത് അനുകൂലമാവേണ്ടതാണ്. എന്നാൽ നോക്കൂ, വലതുപക്ഷം രണ്ടായി നിന്നിട്ടും ഇടതുപക്ഷത്തോട് മത്സരിക്കുന്ന തുല്യ വോട്ടുകൾ വാങ്ങുന്ന രീതിയിലേക്ക് ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഒക്കെ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ കാണുകയാണ്.
അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം മാർജിൻ മാത്രമല്ല, കോൺഗ്രസിന്റെയും BJPയുടെയും വോട്ടുകൾ കൂട്ടിയിട്ട് മാർജിനും കൂട്ടുന്ന വോട്ടുകളാണ് വലതുപക്ഷത്തിന്റെ വോട്ടുകൾ. ഇടതുപക്ഷം എവിടെ എത്തി നിൽക്കുന്നു? 957 തുടങ്ങിയിട്ട് 2024 കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കുറയുകയാണോ കൂടുകയാണോ ചെയ്തത് നമ്മൾ നോക്കണ്ടേ? ഇവിടെ സംഭവിക്കുന്നത് ഫ്ലോട്ടിംഗ് വോട്ടുകൾ എന്ന് പറയുന്ന മുമ്പ് പറഞ്ഞിരുന്ന ഏത് മുന്നണിക്കും വോട്ട് ചെയ്യാവുന്ന സ്വന്തമായി കേഡേഴ്സ് വോട്ട്, കൃത്യമായി എണ്ണപ്പെട്ട വോട്ടല്ലാത്ത വോട്ടുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊരുപാട് കാരണമുണ്ട്. പുതിയ കാലത്തെ പുതിയ തലമുറ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ നിൽക്കാൻ മടിക്കുന്നത് മുതൽ പിന്നെ ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് ഇല്ലാതാവുന്നത് ഉൾപ്പെടെ ഒരുപാട് കാര്യമാണ്. കാരണമൊക്കെ പഠിക്കണം നമ്മള്. പുതിയ സാമ്പത്തിക ക്രമത്തിലേക്കുള്ള മാറ്റം, ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയ പോലെ ഒരു വോട്ട് ബാങ്ക് ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കാരണം ഞാനതാ പറഞ്ഞത്, നേരത്തെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ഇത്ര രീതിയിൽ ഇത് മാറ്റം വരുന്നത്? ഇത് മാറുന്നതിന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രബദ്ധമായി നേരത്തെ ചിന്ത, ദിനേശ് BD പോലെയുള്ള കമ്പനികളിൽ ഒരാൾക്ക് കൂലി കൊടുക്കുന്നത് ഇത് വായിക്കാൻ വേണ്ടിയാണ്. അവരിൽ ഒരാൾ ഓരോ ദിവസവും പത്രം വായിക്കും, ചിന്ത വായിക്കും, പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാട് അവർ മനസ്സിലാക്കും, പാർട്ടി ഓരോ കാലത്തെടുക്കുന്ന തീരുമാനങ്ങൾ അവർ അറിയുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ സൈബർ പോരാളികളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. സൈബർ സംഘം നയിക്കുന്ന വഴിയിലേക്കാണ് പാർട്ടി പോകുന്നത്. അതാണ് അവരുടെ പാർട്ടിയുടെ ലോജിക്ക്, യുക്തി എന്ന് പറയുന്നത് ചില സൈബർ സഖാക്കളുടെ യുക്തിയായി തീർന്നു. ഈ സൈബർ സംഘത്തെ നയിക്കുന്നവരിൽ പലരും ആവട്ടെ കഴിഞ്ഞ 5-8 കൊല്ലം കൊണ്ട് CPM-നോട് അനുഭാവം പുലർത്തി കടന്നു വന്നവരുമാണ് പലരും. പലർക്കും ഈ പാർട്ടി കടന്നു വന്ന സമരോത്സുകമായ വഴികളിലൊന്നും ഒപ്പമില്ലാതിരിക്കുകയും വലതുപക്ഷ പാളയത്തിന്റെ നടത്തിപ്പുകാരായിരിക്കുകയും ചെയ്ത പലരും കഴിഞ്ഞ പിണറായി സർക്കാർ 2016 ശേഷം ഇടതുപക്ഷത്തെ സൈബർ നേരയിലെ കടന്നലായി മാറുന്നത് നമ്മൾ കണ്ടു. ഇതെന്താ കാണിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് CPM പാർട്ടി തീരുമാനിക്കുകയും ആ പാർട്ടി നിലപാട് കാത്തു നിൽക്കുകയും ആ നിലപാട് വന്നതിന് ശേഷം അതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്ന പഴയ നിലപാട് വിട്ടിട്ട് ആ നിലപാടിനെ സ്വാധീനിക്കും വിധം വലതുപക്ഷ ആശയങ്ങളിലുള്ള സൈബർ സംഘങ്ങൾ ഇത് തീരുമാനിക്കാൻ തുടങ്ങി. ഇതിപ്പോ എന്നാൽ ഈ പറയുന്ന MV ജയരാജനെ പോലുള്ളവരൊക്കെ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ. ഇപ്പൊ പോരാളി ഷാജിയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ സൈബർ ഗ്രൂപ്പുകളും, ഈ ഗ്രൂപ്പുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന മോശക്കാരല്ലാത്ത MLA-മാരൊക്കെ അല്ലേ? നമുക്കറിയാലോ, ചില സൈബർ സംഘങ്ങൾ പറയുന്ന ഭാഷ നമുക്കറിയാലോ. കേരളത്തിന്റെ ഭാഷയും പെരുമാറ്റവും ആരാണ് അട്ടിമറിച്ചത്? കേരളത്തിന്റെ സാംസ്കാരികമായി നോക്കൂ, ആളുകളോട് ജനാധിപത്യപരമായി സംസാരിക്കുന്ന രീതിയിലായിരുന്നു നമുക്ക്. മറ്റൊരു പാർട്ടിക്കാരന് ആദരവോടെയല്ലേ നമ്മൾ സംസാരിച്ചിരുന്നത്? നമ്മൾ ആദരവോടെ വിയോജിച്ചിരുന്നില്ലേ? വിപരീത പാർട്ടിക്കാരനെ അടുത്തിരുത്തി സംസാരിച്ചിരുന്നില്ലേ? അവരുടെ സമരരംഗത്ത് പോയി കണ്ട് സംസാരിക്കുമായിരുന്നില്ലേ? ഇപ്പൊ എന്താ സ്ഥിതി? അവരോട് ശത്രുത. ഇപ്പോ ചാനൽ ചർച്ചകളിൽ തന്നെ വന്നിരുന്നിട്ട് പോരാടുന്നത് കണ്ടാൽ ഒരഭിപ്രായം പറയുന്നു, നമുക്ക് ചിലത് ഇപ്പൊ അറിയില്ല, ഞാൻ എനിക്കിപ്പോ അത് നോക്കി പറയണം എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷിച്ച് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് ബഹളം വെക്കുന്നത്? എന്തിനാണ് വയലൻസ്, അക്രമാസക്തമാവുന്നത്? എന്തിനാണ് ഭാഷയിൽ അക്രമം? ഓരോ സൈബർ ഗ്രൂപ്പും ചെയ്യുന്നത് കമന്റുകൾ, താഴെ ഇടുന്ന കമന്റ് നോക്കൂ, കമന്റുകൾ മുഴുവൻ വയലൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വെട്ടിക്കൊലകൾ കൂടുന്നു, നമ്മുടെ ആളുകൾ പീഡനങ്ങൾ വർദ്ധിക്കുന്നു, കയ്യേറ്റങ്ങൾ വർദ്ധിക്കുന്നു, അക്രമങ്ങൾ വർദ്ധിക്കുന്നു. അത് വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭാഷയിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുന്നു. ആര്? മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയും നമ്മുടെ നിത്യജീവിതത്തിന്റെ പെരുമാറ്റങ്ങളിലേക്ക് എല്ലാതരം കൊള്ളയും കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോ TP ചന്ദ്രശേഖരൻ വധത്തിനെ തുടർന്ന് കാറിൽ മാഷാള്ള എന്ന് പതിച്ചതിന് തുല്യമാണ് കാഫിറിനെ സംബന്ധിച്ച വടകരയിൽ നടക്കുന്ന ഈ പോസ്റ്റ്. ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ചെയ്യുന്നു എന്ന് വ്യാജേന ഇപ്പുറത്ത് നിന്ന് ഇറക്കുന്ന, അതായത് ഒരു വയലൻസിന്റെ പ്രഖ്യാപനമാണത്, യുദ്ധത്തിനുള്ള ക്ഷണമാണത്. യുദ്ധത്തിലേക്ക് കടക്കാൻ നമ്മൾ ജനാധിപത്യത്തിന്റെ സകല മര്യാദകളും ഈ സൈബർ സംഘങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇത് ഗുണമല്ല. അത് പാർട്ടിയുടെ അടിത്തറ കൊണ്ടും ഈ പാർട്ടി നിൽക്കുന്നത് അടിസ്ഥാന ജനസമൂഹത്തിനോട് മാന്യമായി സംസാരിച്ചും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ പറ്റൂ. അത് മൂലധനത്തിന്റെ പാർട്ടിയല്ല, അത് മുതലാളിത്തത്തിന്റെ പാർട്ടിയല്ല. മുതലാളിത്തത്തിന്റെ പാർട്ടിക്ക് മുതലാളിത്ത മൂലധനത്തിന്റെ വിതരണത്തിലൂടെ പണം കാണിച്ച് ഭ്രമിപ്പിച്ചുമൊക്കെ ജനങ്ങളെ കൂടെ നിർത്താം. അങ്ങനെ കൂടെ നിർത്തിയാൽ അത് പണമുള്ളപ്പോഴേ ഉണ്ടാവൂ എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം. അവർ വിഭാവനം ചെയ്യുന്ന സമത്വ ലോകത്തെ, സോഷ്യലിസ്റ്റ് സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ അത് പറ്റില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ ഒപ്പമാണ് നിൽക്കുക. ഇത് സൈബർ ഗ്രൂപ്പുകൾ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഇത് പരിപൂർണമായിട്ട് അട്ടിമറിച്ചില്ലേ? അതവർക്ക് ആ സമയത്ത് മനസ്സിലായിരുന്നോ? നമ്മളൊക്കെ പറയുന്ന മാന്യമായി സംസാരിക്കുന്ന കാര്യങ്ങളോട് അവർ പ്രതികരിച്ചിരുന്നത് അതിനെ യുക്തിസഹമായിട്ടല്ല, അതിനെ തെറി വിളിച്ചുകൊണ്ട്, അതിനെ അശ്ലീലം പറഞ്ഞുകൊണ്ട്,
അത് ഭീകരമായ രീതിയിലല്ലേ? അത് കേരളീയ ഇത് അടുത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഗവേഷണം നടത്തേണ്ടി വരും. കേരളത്തിന്റെ ഭാഷയിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും പൊതുജീവിതത്തിലും എങ്ങനെയാണ് കഴിഞ്ഞ ഒരു ദശകത്തിൽ ഇത്രമേൽ അക്രമാസക്തമായൊരു അവസ്ഥയിലേക്ക് പോയത്? ഇത് ഉണ്ടാക്കുന്നതിൽ CPM-ന്റെ അതിന്റെ സൈബർ അണികളുടെ പങ്ക് ചെറുതാണോ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ പറഞ്ഞ ആളുകൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇതായി മാറുന്നു. പ്രത്യയശാസ്ത്ര വിദ്യാഭ്യാസത്തിന് പകരം പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനത്ത് ഈ വയലൻസിന്റെ, അക്രമത്തിന്റെ, മറ്റ് പീഡനങ്ങളുടെ, സോഷ്യൽ മീഡിയ ക്ലാസുകളിലേക്ക് മാറുന്നു ഡോക്ടർ ആസാദ് ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ മടങ്ങി വരാം അതിഥിയിലേക്ക് വളരെ പെട്ടെന്ന്. അതിഥിയിലേക്ക് തിരികെ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ ഒരു വശത്ത് പാർട്ടി അണികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് അണികളെ തന്നെ ഹിന്ദുത്വവൽക്കരിക്കുന്നതെന്നും അവരുടെ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഡോക്ടർ ആസാദ് പറയുന്നത്. വലതുപക്ഷവൽക്കരണം എന്ന് അദ്ദേഹം പറയുമെങ്കിലും നമ്മളിവിടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അത് ഹിന്ദുത്വവൽക്കരണമാണ്. കാരണം ഒരു മടിയും കൂടാതെ BJP-ക്ക് വോട്ട് ചെയ്യാൻ ആ അണികൾ തയ്യാറാവുന്നു എന്നുള്ളത് പാർട്ടിയെ വലിയ തോതിൽ അസ്വസ്ഥരാക്കേണ്ടതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും അധികാരവും എല്ലാം ഒരാളിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന, ഒരാൾക്ക് മറ്റൊരു സേ ഇല്ലാത്ത, കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നമുക്ക് കാണുന്നത് CPM എന്ന പാർട്ടിയിൽ നിന്ന് ഈ സർക്കാരിനെ തിരുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഇതുവരെ നമ്മൾ കേട്ടില്ല. പക്ഷേ VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. പാർട്ടിയുടെ കടിഞ്ഞാൺ സർക്കാരിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടിഞ്ഞാണില്ലാതെ ഒരാളുടെ ഹിതം മാത്രമായി ഒരു സർക്കാരിൻ്റെ നയം മാറുന്നത് എങ്ങനെയാണ്? അത് എത്രമാത്രം, അത് ഏത് പാർട്ടിയാണെങ്കിലും എത്രമാത്രം ആശാസ്യകരമാണ്? BJP-യുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തു. പ്രത്യയശാസ്ത്രപരമായ അപജയവും പ്രവർത്തന രംഗത്തുണ്ടാകുന്ന വൈകല്യവും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പ്രസ്ഥാനത്തിലുമുണ്ടായ പരാജയമാണ് ദേശീയ തലത്തിൽ വർഗീയ ഫാസിസ്റ്റുകൾ വളർന്നു വന്നത്. 2 സീറ്റുണ്ടായിരുന്ന BJP 303 സീറ്റ് വരെ ഒറ്റയ്ക്ക് പിടിച്ച് ഭാരതത്തിലേക്ക് വളർന്നു. ദേശീയ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ചാൽ ഒരു വലിയ പ്രസ്ഥാനമായിരുന്നില്ല. 2-3 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിന്ന പ്രസ്ഥാനമായിരുന്നു. ദേശീയ തലത്തിൽ ഏറ്റവും വലിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഞങ്ങളാരും അത് പരാജയപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നവരല്ല. കാര്യം മതേതര പ്രസ്ഥാനം തകർന്നതിന്റെ ഫലമായിട്ടാണ് BJP വളർന്നത്. ഭാരതത്തിൽ എന്നും മതേതര പ്രസ്ഥാനങ്ങൾ മതേതരത്തിന് അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പരാജയമുണ്ടായി. അത് കോൺഗ്രസ് പഠിക്കേണ്ട കാര്യമാണ്. അത് ദേശീയ തലത്തിൽ തന്നെ BJP മുന്നോട്ട് വെക്കുന്നത് അവർക്കുള്ള ഒരു മൃദു ഹിന്ദു സമീപനം എന്നാണ് തീർച്ചയായിട്ടും BJP അതിനെ പറയുന്നത്. ചിലർ പറയുന്ന ഒരേ മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കുന്നു, ചില മേഖലകളിൽ ക്രിസ്ത്യാനികളെ പ്രകടിപ്പിക്കുന്നു. എന്തായിരുന്നാലും ദേശീയ തലത്തിൽ ഇന്ത്യൻ കോൺഗ്രസിന് പരാജയമുണ്ടായി. കേരളത്തിൽ നമുക്കറിയാം, ഇവിടെ കുറെ ശരിയാണ്, ഇടതുപക്ഷത്തിന്റെ കുറെ വോട്ടും BJP-ക്ക് പോയിട്ടുണ്ടാകും, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അജിംസ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, അതിനും ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. നമ്മൾ കേരളത്തിൽ ഏറ്റവും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന 2 നേതാക്കന്മാരാണ് ശ്രീ AK ആന്റണി, ശ്രീ K കരുണാകരൻ. കോൺഗ്രസിലെ അനിശ്ചിതരായ 2 നേതാക്കന്മാർ. അവരുടെ 2 പേരുടെയും മക്കൾ ദേശീയ നേതാക്കന്മാരാണ്, കേരളത്തിലെ എല്ലാവരും. ആ ദേശീയ നേതാക്കന്മാരുടെ 2 പേരുടെയും മക്കള് കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയി. വിശേഷം സാമുദായികമായി പറഞ്ഞാൽ ആന്റണി ക്രിസ്ത്യൻ സമുദായം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് BJP-യിലേക്ക് പോയത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളെയും അത് ബാധിക്കുന്നതാണ്. ഇത്രയും വലിയ 2 നേതാക്കന്മാരുടെ മക്കൾ പോവുകയും ശ്രീ മുരളിയുടെ പരാജയത്തിൽ പത്മജിക്കും ഒരു പരിധി വരെ അതിനകത്ത് പങ്കുണ്ട്. ഞാനിത് പറഞ്ഞത് ഒന്നിനെ മറ്റൊന്നുകൊണ്ട് ന്യായീകരിക്കുകയല്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും മതേതര പ്രസ്ഥാനങ്ങളിൽ നിന്നും BJP-യിലേക്കുള്ള ഒഴുക്ക് അത് ഞങ്ങളുടെ പ്രസ്ഥാനത്ത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ പോകുക. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ തീവാരി കുടുംബമായാലും പൈലറ്റ് കുടുംബമായാലും നിരവധി പേര് കുടുംബങ്ങളോടെ BJP-യിലേക്ക് പോകുന്നു. അത് തടയേണ്ടത് തന്നെയാണ്. അപ്പോൾ പുനർചിന്തനം ഇന്ത്യയിലെ വലിയ പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പം അല്പം ഒന്ന് പിടിച്ചു വന്നെങ്കിൽ പോലും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ കോൺഗ്രസ് നിന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പരാജയമുണ്ട്, അപജയമുണ്ട്. ഇത് മാറ്റിയെടുക്കണം. പിന്നെ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതു പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പരസ്യ പ്രസ്താവനകൾ അങ്ങനെ ഉണ്ടാകാറില്ല. പാർട്ടിക്കുള്ളിലാണ് കാര്യങ്ങൾ, അത് ഉൾപാർട്ടി ജനാധിപത്യം. പാർട്ടിക്കുള്ളിൽ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചു പോകും. ഒരു പരിധിവരെ ശ്രീ അജിംസ് ചോദിച്ചത് ശരിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശേഷിച്ചും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CPM-ൽ ആ ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്നെങ്കിൽ പോലും നേതൃത്വം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്യുകയോ അതിനെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുന്ന ആ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ശക്തമായിട്ട് തന്നെ പാർട്ടിക്കകത്ത് ചില അതിർവരമ്പുകൾ, അയൺ കർട്ടൻ എന്ന് തന്നെ പറയും, അയൺ കർട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും
അവിടെ ചോദ്യം ചെയ്യുമായിരുന്നു, തിരുത്തുമായിരുന്നു. ഇപ്പോൾ അതിന് ചെറിയ കുറവുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും അത് മാറ്റപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ മാറ്റം വന്നില്ലെങ്കിൽ ശ്രീ ശബരിനാഥൊക്കെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വളരെ കൂടുതലായിട്ടുള്ള ദോഷങ്ങളുണ്ടാകും. അതുതന്നെയാണെന്ന് തോമസ് ഐസക് പറഞ്ഞത്. അദ്ദേഹം ചെറിയ നേതാവല്ല, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. CPIയുടെ 2 ജില്ലാ കമ്മിറ്റികൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. ഘടകകക്ഷികളൊന്നും സംസ്ഥാന നേതൃത്വത്തിൽ അങ്ങനെ തീരുമാനങ്ങളിലേക്ക് എടുത്തിട്ടുമില്ല. പക്ഷേ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. കുറേയധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈഴവാദി പിന്നോക്ക സമുദായങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടെല്ല്. അവർ കുറേയധികം പേര് പോയി. ആ പോയിന്റ് തെളിവാണ് കൊല്ലം ലോക്സഭ തന്നെ. ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടർമാരുള്ള മണ്ഡലമാണ് കൊല്ലം മണ്ഡലം. അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. അതുപോലെ വർക്കല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും SNDP പോലെയുള്ള, അത് വെള്ളാപ്പള്ളിയുടെ കാര്യമൊന്നുമല്ല, ഈഴവർ കുറേയധികം മാറി വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും BJPയോടുള്ള അനുഭാവം കൊണ്ടോ വെള്ളാപ്പള്ളിയുടെ മകൻ BJPയിൽ നിൽക്കുന്നതുകൊണ്ടല്ല, കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളാണ്. അത് തീർച്ചയായിട്ടും അത് തടയേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. പാർട്ടി സ്വയം ശുദ്ധീകരിക്കുകയാണ് അതിന് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ടിയുടെ നേതൃത്വം അതിനകത്ത് സജീവമായിട്ട് ഇടപെടുകയും ദേശീയ നേതാക്കന്മാർ സജീവമായിട്ട് ഇടപെടുകയും ഘടകകക്ഷികൾ പലതും അത് പ്രമേയം പാസ്സാക്കുകയും ഘടകകക്ഷികളുടെ കമ്മിറ്റികളിൽ ഇതിനകത്ത് മാറ്റമുണ്ടാകണം എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഇവിടെ ജനതാളിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് ശരിയാണ്. അതിൻ്റെ ദേശീയ നേതൃത്വം BJPയുമായിട്ട് നിൽക്കുന്നു. ഇവിടെ കേരള ഘടകം പ്രത്യേക ഒരു ഘടകം രൂപീകരിച്ച് കേരള ഘടകമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് നിൽക്കുന്ന പാർട്ടിയിൽ ചേരാനോ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ഒരു മാറ്റം ആവശ്യമാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഭാരതം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകും. കാര്യം ഒരിക്കൽ കൂടെ BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ വളരെ വലിയ ദുരന്തം ഇപ്പോൾ തന്നെ സംഭവിക്കുമായിരുന്നു. 307 എടുത്ത് കളഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടന അവർ എന്നേ വലിച്ചേറി കളഞ്ഞേനെ. അവർക്ക് ഇഷ്ടമുള്ളൊരു ഭരണഘടന അവർ കൊണ്ടുവന്നേനെ. സാവർക്കറൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മനുസ്മൃതിക്ക് അധിഷ്ഠിതമായിട്ടൊക്കെയുള്ള ഭരണഘടന അവർ കൊണ്ടുവന്നേനെ. എന്തായാലും ഇപ്രാവശ്യം ജനങ്ങൾ ശക്തമായിട്ടത് കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യം ആ ഒരു പരിധി വരെ വിജയിച്ചു. രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് നശിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതൊരു പരിധി വരെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യം ഇന്ത്യൻ ഭരണഘടന മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന നിലനിന്നു പോയില്ലെങ്കിൽ, ഭാരതത്തിന്റെ മതേതരത്വം നിലനിന്നു പോയില്ലെങ്കിൽ, ഒരു മാലയെ കോർത്ത മണികൾ പോലെ നമ്മൾ നിന്നില്ലെങ്കിൽ അത് തകരും. അതുകൊണ്ട് ഇടതുപക്ഷം മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു പുനർചിന്തനത്തിനും ശ്രീ ശബരിനാഥൻ, ഈ കോൺഗ്രസ് സ്ഥിരമായി CPMനെ വിമർശിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളും ഭരിച്ചതാണ് ഏതാണ്ട് 10 പതിറ്റാണ്ടുകളോളം ഈ ബംഗാളും ത്രിപുരയും ഒക്കെ. കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ കേരളത്തിൽ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിക്കുന്നു, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ CPMന്റെ വോട്ടുകളാണ് പോവുക, ഞങ്ങളുടെ വോട്ട് പോവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയെഴുകുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാനം BJP നാളെ അധികാരത്തിലെത്തില്ല, അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, CPMന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് കൈയൊഴിയാനാകുമോ കോൺഗ്രസിനും? ഇല്ല, നമ്മൾ ഈ പറഞ്ഞ കേരളത്തിലെ വോട്ടിൻ്റെ ചോർച്ച വളരെ സീരിയസ് ആയിട്ട് തന്നെ കോൺഗ്രസ് കാണുന്നുണ്ട്. നമ്മൾ ഈ 18 സീറ്റിൽ നല്ല വിജയം നേടുമ്പോഴും ആ നല്ല വിജയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വലിയൊരു CPMന്റെ വോട്ട് ഇറോഷൻ കാരണമാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് കാണാം. പല അസംബ്ലികളിലൊക്കെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആറ്റിങ്ങലൊക്കെ ഉള്ള ചെറിയ അസംബ്ലികളിൽ, ഉദാഹരണം ആറ്റിങ്ങൽ ലോക്സഭയിൽ CPMന് കിട്ടേണ്ട ലീഡ് കിട്ടാത്തത് കൊണ്ട് നമുക്കൊരു ഒരു ചെറിയ മാർജിൻ വിജയിക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളാരും അത് ഡിനൈ ചെയ്യുന്നില്ല, അതില്ല എന്ന് പറയുന്നില്ല. ഇനി KPCCയും പാർട്ടിയും ഇരുന്ന് അതിനുള്ള സത്വരമായിട്ട് നടപടികൾ എടുത്തുകൊണ്ട് വരുന്ന ഇലക്ഷനിലേക്ക് നമ്മളത് കാര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ നമുക്കൊരു പുതിയ ഊർജ്ജം നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലോക്സഭാ ഇലക്ഷനാണ്. എത്രമാത്രം കോൺഗ്രസിനെ എഴുത്തള്ളാൻ, എത്രമാത്രം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP പറഞ്ഞാലും, എത്രമാത്രം കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രീ രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് പറഞ്ഞെങ്കിലും ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പമുണ്ട്. കോൺഗ്രസ് എന്ന ആശയത്തോടൊപ്പം സമാജ്വാദി പാർട്ടിയും ചെറുകക്ഷികളും നിൽക്കണമെന്നുള്ള ആ ഒരു ഇന്ത്യ മുന്നണി എന്ന ആശയത്തോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കോൺഫിഡൻസ് നൽകുകയാണ്. ഇനി കോൺഗ്രസ് ചെയ്യേണ്ടത് അജിംസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പണ്ട് പ്രതാപമുള്ള സ്റ്റേറ്റുകളിലേക്ക് നേതാക്കൾ ഇറങ്ങിച്ചെന്ന് ഗ്രൗണ്ട് ലെവൽ നേതാക്കളെ ഉണ്ടാക്കണം. അതിന് പറ്റിയൊരു സമയമാണ്. അടുത്തൊരു 5 വർഷം ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാണ്. MP-മാരുണ്ട്. MP-മാരായ സ്റ്റേറ്റുകളിലോട്ട് വിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര അടക്കം, മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസിനാണ്. ഈ മഹാവികാസ് അഘാടി വന്നപ്പോൾ അവിടെ
നമ്മുടെ NCP രണ്ടായപ്പോൾ, ശിവസേന രണ്ടായപ്പോൾ, BJP കോൺഗ്രസ് ഉള്ളപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസിനാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ഇത്രയും കൺഫ്യൂഷൻ വരുമ്പോൾ കൈപ്പത്തിക്കോടൊപ്പമുണ്ടോ എന്നൊരു വിശ്വാസമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വരും സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരും. അതിന് നയപരം കോൺഗ്രസിൻ്റെ ആശയം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ലെഫ്റ്റ് ഓഫ് സെൻറ്റർ പൊളിറ്റിക്സ്, കോൺഗ്രസ് എപ്പോഴും പറയുന്ന ആളുകൾ എല്ലാവരും മുന്നോട്ട് ഒരുമിച്ച് പോകണമെന്നുള്ള ഒരു ലെഫ്റ്റ് ഓഫ് സെൻറ്റർ ആശയത്തോട് ഇന്ത്യ നിൽക്കുന്നു, പാവപ്പെട്ടവരോടൊപ്പം കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഐഡിയോളജിക്കൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷൻ പ്രോസസ്സിൽ സന്തോഷം തോന്നിയൊരു കാര്യം, കോൺഗ്രസിനെ കുറിച്ച് അജീം സാറൊക്കെ എത്രയോ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഐഡിയോളജി എന്താണ് എത്ര പ്രാവശ്യം നിങ്ങൾ മീഡിയ പോലെ ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഐഡിയോളജി ഇതാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ് വോട്ടുകൾ നേടി 101 സീറ്റ് ലഭിച്ചൊരു ഇലക്ഷനാണ്. കോൺഗ്രസിന് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി കിട്ടി എന്നുള്ളത് എനിക്ക് കോൺഗ്രസ്സുകാരുടെ നിലയിൽ, പ്രവർത്തകരുടെ നിലയിൽ എനിക്ക് സന്തോഷം നൽകുന്നതാണ്. ആ ക്ലാരിറ്റി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ശരി, ശ്രീ ആസാദ്, ഇവിടെ ഒരു വശത്ത് ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യത്തിൻ്റെ കൂടെയാണ് ഇവിടെ CPM. ഡോക്ടർ ആസാദൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യയശാസ്ത്ര ശുദ്ധത വരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളൊരു പ്രീ സോവിയറ്റ് കാലത്തേതുപോലെ ഒരു പ്രത്യയശാസ്ത്ര ശുദ്ധിയിലേക്ക് പോവുക എന്നുള്ളത് ഇനി എത്രമാത്രം അനിവാര്യമാണ്, അത് എത്രമാത്രം സാധ്യമാണ് എന്നൊക്കെ വേറെയും ചർച്ചയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഒരു ജനാധിപത്യപരമായി ഇതിൻ്റെ ഒരു സംഘടനാ സംവിധാനം, ഇപ്പോൾ അങ്ങ് ഒരു അധികാര കേന്ദ്രത്തിൽ ഈ അധികാരം കേന്ദ്രീകരിക്കുകയാണെന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം തന്നെ അങ്ങനെയാണ്. കേന്ദ്രീകൃത ജനാധിപത്യം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് കുറെ കൂടി ഈ പറയുന്ന പോലെ അധികാര കേന്ദ്രീകരണത്തിലുള്ള ഒരു വഴി കൂടിയല്ലേ? അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യയശാസ്ത്രത്തിന് അങ്ങനെ ശുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം പ്രത്യയശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ കോൺഫ്ലിക്റ്റുകൾ, അതിന്റെ വൈരുദ്ധ്യങ്ങളെ നേരിടൽ കൂടിയാണ്, അതിന്റെ വിപരീതങ്ങളെ കൂടി ചർച്ച ചെയ്യലാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്കിങ്ങനെ ചർച്ച ചെയ്യാൻ, നമുക്ക് വിലയിരുത്താൻ ഒരു വഴി, ഒരു സംഗതിയുണ്ട്, ഒരു സിദ്ധാന്തം, ഒരു തിയറി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് അനുസരിക്കേണ്ട മതനിയമമല്ല ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അത് പരസ്പരം അതിലെ സംഘർഷങ്ങളിലൂടെ തിരുത്തപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഘർഷങ്ങൾക്ക് പോലും വിധേയമാവാതെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഐഡിയോളജി എന്ന് വരുന്ന ഒരു സംഗതി. പിന്നെ CPM ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ ശബരിനാഥ ഒരു ഐഡിയോളജിക്കൽ സംഗതി ഉണ്ട് എന്ന് പറയുന്നത്, കോൺഗ്രസിനുണ്ട് എന്ന് പറയുന്നത് അത് തന്നെ, അതിന് പോലും വളരെ പിറകിലേക്ക് CPM പോകുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞാല്, രാഹുൽ ഗാന്ധി പറയുന്ന ഒരു നെഹ്റുവിയൻ സാമ്പത്തിക ക്രമം ഇന്ത്യയെ എങ്ങനെ താങ്ങി നിർത്തിയിരുന്നു ആദ്യകാലത്ത്, എങ്ങനെ ഇന്ത്യയുടേതായ ഒരു നില രൂപീകരിച്ചു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാമ്പത്തിക ക്രമത്തിന്റെയും അതിന്റെ സമീപനത്തെയും പിൻപറ്റാൻ കോൺഗ്രസ് തയ്യാറാവുമ്പോൾ 91 ആരംഭിച്ച ഒരു വലിയ വ്യതിയാനത്തെ, അതിനകത്തുനിന്ന് വ്യതിയാനത്തെ മാറ്റലാണ്, അതിനെ റദ്ദ് ചെയ്യലാണ്. ഇങ്ങനെ ഒരു തിരുത്തലിന് CPM പക്ഷെ തയ്യാറല്ല. CPM അവിടെ നിൽക്കുന്നത്, കോൺഗ്രസ് പോലും 90കളിൽ തുടക്കത്തിൽ ആരംഭിച്ച പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച മുതലാളിത്ത സ്വകാര്യവൽക്കരണ പാതയുടെ വികസന സിദ്ധാന്തത്തിന്റെ കൂടെയാണ് അവർ നിൽക്കുന്നത്. ഇത് ഒരുപക്ഷെ CPM അറിയുന്നുണ്ടോ എന്നറിയില്ല, ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് അതിന്റെ പ്രധാന പാളിച്ച. ഇപ്പോൾ പിണറായി വിജയനെ പോലെ ഒരാൾ കേന്ദ്രീകരണം, അതിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ, സോവിയറ്റ് യൂണിയന്റെ അവസാന കാലത്ത് നിലംപതിച്ചപ്പോൾ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. അപ്പൊ ഇത് പാർട്ടിയുടെ കേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ഒരു പ്രശ്നമായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. കാരണം മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിപ്പടുക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്, കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് മുകളിൽ തീരുമാനമെടുത്ത് താഴേക്ക് കൊടുക്കലല്ല, അതുകൊണ്ടാണ് അതിൽ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അത് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോ ഘടകത്തിലും അതിന്റെ വിപരീതമായ ആശയത്തെ സ്വീകരിക്കലാണ്. അതിൽ അവനവന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ ആശയത്തെ മുകളിലേക്ക് കൊണ്ടുപോകലും ഇത് വളരെ ആക്റ്റീവായ, വളരെ സജീവമായി നടക്കേണ്ട, ഒരു ഞരമ്പിലെ ചോരയോട്ടം പോലെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അത്തരം ഒരു പ്രോസസ്സ് സമരോത്സുകമായൊരു കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ സമരോത്സുകമല്ലാത്ത കാലത്ത് അത് ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതാവുന്നതുകൊണ്ടാണ് ലെനിനൊക്കെ പറഞ്ഞത്, അതപ്പതിച്ചു പോയാൽ, ജീർണമായി പോയാൽ ഏതൊരു വലതുപക്ഷ ആശയവാദത്തെക്കാളും വളരെ ജീർണമായ ഒന്നായി ഇടതുപക്ഷ ആശയം മാറും, ഇടതുപക്ഷ പാർട്ടി മാറും. വാസ്തവത്തിൽ ഇടതുപക്ഷ പാർട്ടി നേരിടുന്നത് അതിന്റെ ഈ ചലനാത്മകമായ രക്തയോട്ടം പോലെയുള്ള അതിന്റെ ഉൾപാർട്ടി വേഗങ്ങൾ, ഉൾപാർട്ടി ഐഡിയോളജിക്കൽ ഡിസ്കഷൻസ് ഒക്കെ ഇല്ലാതാവുകയും ജീവിക്കുന്ന കാലവുമായി അതിനെ ചർച്ചയ്ക്ക് വിധേയാക്കുകയും ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. ശരി, പക്ഷേ ഈ ഒരു ചലഞ്ച്, ഒരു ഭീഷണി CPM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ എത്രമാത്രം ഗൗരവത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കാരണം അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല. ചർച്ച തുടരുകയാണ്. വളരെ നന്ദി ഡോക്ടർ ആസാദ്, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, കെ ശബരിനാഥൻ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.